ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പര. ശ്രുതിസ്മൃതിപുരാണാനാമാലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം. എല്ലാ സജ്ജനങ്ങൾക്കും വിനീത പ്രണാമം. ശ്രീമദ് ഭഗവത്ഗീതയിലെ 6-ാമത്തെ അധ്യായമായിട്ടുള്ള ധ്യാനയോഗത്തിലെ 20-ാമത്തെ ശ്ലോകത്തെയാണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. അതിനു മുൻപ് 19-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു, എപ്രകാരമാണോ കാറ്റില്ലാത്ത സ്ഥലത്ത് ഇരിക്കുന്ന വിളക്ക് അതിന് ചുറ്റുമുള്ള പ്രദേശത്തെല്ലാം തുല്യമായിട്ടുള്ള പ്രകാശം പടർത്തിക്കൊണ്ട് ശാന്തമായിട്ട് എങ്ങനെയാണോ ആ ദീപം നിലകൊള്ളുന്നത്, അതേപോലെ ഒരു യോഗത്തെ അഭ്യസിക്കുന്ന അല്ലെങ്കിൽ യോഗത്തെ പരിശീലിപ്പിക്കുന്ന, യോഗവുമായി മുന്നോട്ട് പോകുന്ന യോഗിയെ സംബന്ധിച്ചിടത്തോളം മനസ്സംയമനം നേടുക എന്നുള്ളത് തീർച്ചയായിട്ടും അത് ഈ കാറ്റില്ലാത്തിടത്ത് വിളക്ക് കത്തിച്ചു വയ്ക്കുമ്പോൾ വിളക്ക് എങ്ങനെയാണോ ശാന്തമായി നിലകൊള്ളുന്നത്, അതേപോലെ ശാന്തമായി നിലകൊള്ളണം എന്ന ആ ഉപമ വളരെ സ്മരിക്കപ്പെടുന്നു എന്നാണ് 19-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞത്. ഇവിടെ 20, 21, 22, 23 4 ശ്ലോകങ്ങൾ തുടർച്ചയായിട്ട് ഒരേ കാര്യത്തെക്കുറിച്ച് നമ്മളോട് പറയുന്നതാണ്. എന്താണ് യോഗം? ഏത് വിധത്തിലുള്ള യോഗത്തെയാണ് നമ്മൾ അഭ്യസിക്കേണ്ടത്? യോഗ അഭ്യാസത്തിലൂടെ അല്ലെങ്കിൽ യോഗത്തെ പ്രാപിക്കുന്നതിലൂടെ നമുക്ക് എന്താണ് ലഭ്യമാകുന്നത് എന്നൊക്കെയാണ് ഇവിടെ പറയണത്. അപ്പോൾ ശ്രീമദ് ഭഗവത്ഗീത എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇത് ശ്രീമദ് ഭഗവത്ഗീതാസു ഉപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ എന്നാണ്. ശ്രീമദ് ഭഗവത്ഗീത യോഗശാസ്ത്രമാണ്. യോഗശാസ്ത്രമാണ് എന്നുള്ളത് കൊണ്ടാണ് യോഗത്തെക്കുറിച്ച് കൂടുതലായിട്ട് പറയുന്നത്. യോഗം എന്താണ് എന്നുള്ളത് പറയുന്നത് ശ്രീമദ് ഭഗവത്ഗീതയാണ്. നമ്മളെപ്പോഴും തെറ്റിദ്ധരിച്ചു കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ധരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ശാസ്ത്രമാണ് പല ആത്മീയ ശാസ്ത്രങ്ങളെപ്പോലെയും യോഗശാസ്ത്രം. ഓരോരുത്തരും അവരവരുടെ താല്പര്യമനുസരിച്ച് അതിനെ കാണുന്നു. യഥാർത്ഥത്തിൽ യോഗം എന്ന് പറയുമ്പോൾ, ഇപ്പോൾ യോഗ അല്ലെങ്കിൽ യോഗം എന്ന് പറയുമ്പോൾ ആളുകൾ വിചാരിക്കുന്നു അത് കേവലം യോഗാസനങ്ങളാണ് എന്നാണ്. പക്ഷേ യോഗേന ചിത്തസ്യ പദേന വാച മലം ശരീരസ്യ ച വൈദ്യകേന യോപാകരോ തം പ്രവരം മുനീനാം പതഞ്ജലിം പ്രാഞ്ജലിരാനതോസ്മി. പതഞ്ജലി മഹർഷിയെ സ്മരിക്കുന്ന സമയത്ത് പറയുന്ന ശ്ലോകമാണ് യോഗേന ചിത്തസ്യ. യോഗം ചിത്തത്തിന് വേണ്ടിയിട്ടാണ്, മനസ്സിന് വേണ്ടിയിട്ടുള്ള ശാസ്ത്രമാണ് യോഗം. വാക്കുകൾക്ക് വ്യാകരണം പോലെ ശരീരത്തിൻ്റെ മാലിന്യങ്ങൾ അകറ്റി ശരീരത്തിനെ സുശക്തമാക്കുവാൻ എപ്രകാരമാണോ ആയുർവേദം പോലെ മനസ്സിനെ സുശക്തമാക്കുവാനും മനസ്സിനെ നിശ്ചലമാക്കുവാനും ഒക്കെയുള്ള ഒരു ശാസ്ത്രമാണ് യോഗശാസ്ത്രം എന്നാണ് ആ ശ്ലോകത്തിലൂടെ അത് പറയണത്. അപ്പോൾ ഇത് അതിന് കൂടുതൽ അടിവരയിട്ടുകൊണ്ട് യോഗമെന്താണ്, യോഗം എന്തിനാണ്, യോഗയിലൂടെ യോഗസാധകൻ നേടുന്നത് എന്താണ് എന്നൊക്കെ 20, 21, 22, 23 ശ്ലോകങ്ങളിലൂടെ തുടർച്ചയായി പറയുന്നു. അത് തുടർച്ചയായി പറയേണ്ട ശ്ലോകങ്ങളാണ്. പക്ഷേ ഒരു ശ്ലോകം 20-ാമത്തെ ശ്ലോകം ഓരോ ശ്ലോകങ്ങളായിട്ട് നമുക്ക് നോക്കാം. ഇവിടെ 20-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, യത്രോ പരമത്തെ ചിത്തം നിരുദ്ധം യോഗസേവയാ യത്ര ചൈവാത്മനാത്മാനം പശ്യൻ ആത്മനി തുഷ്യതി എന്നാണ് ഈ 20-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. എത്ര ഉപരമതേ ചിത്തം എന്നാണ്. എത്രോ പരമതേ എന്ന് പറയുമ്പോൾ എത്ര ഉപരമതേ ചിത്തം എന്നാണ്.
എത്ര ഉപരമതേ ചിത്രം, യാതൊരവസ്ഥയിൽ മനസ്സ് ശാന്തമാകുന്നുവോ, ചിത്തം ഉപരമതേ, ശാന്തമാകുന്നത് യാതൊരവസ്ഥയിലാണോ ഉപരമതേ ചിത്തം, മനസ്സ് ശാന്തമാകുന്നത്, അത് എപ്പോഴാണോ ആത്മസംഘർഷമില്ലാതെ മനസ്സ് ശാന്തമാകുന്നത്. കഴിഞ്ഞ 19ാമത്തെ ശ്ലോകത്തിൽ നമ്മൾ കണ്ടു, ദീപം കാറ്റടിക്കാത്തിടത്ത് കത്തിച്ചു വയ്ക്കുമ്പോൾ ആ ദീപം എപ്രകാരമാണോ ശാന്തമായി നിലകൊള്ളുന്നത്, നിശ്ചലമായി നിലകൊള്ളുന്നത്, ഗാംഭീര്യത്തോടുകൂടി നിലകൊള്ളുന്നത്, തൻ്റെ ചുറ്റിലുമുള്ള എല്ലാത്തിനും ഒരേ രീതിയിൽ പ്രകാശം നൽകിക്കൊണ്ട് നിലകൊള്ളുന്നത്, ഈ വിധത്തിൽ യാതൊരവസ്ഥയിലാണോ ആത്മസംഘർഷമില്ലാതെ മനസ്സ്, നിരുദ്ധം, ആത്മസംഘർഷമില്ലാതെ മനസ്സ് നിലകൊള്ളുന്നത്, അത് യോഗസേവയാൽ, ആ യോഗസേവ കൊണ്ട്, ആത്മാവ് കൊണ്ട്, ആത്മാവിനെ കണ്ടിട്ട് ആത്മാവിൽ തന്നെ സന്തുഷ്ടമായിരിക്കുന്നുവോ, ആ വിധത്തിലുള്ള യോഗത്തെയാണ് അഭ്യസിക്കേണ്ടത് എന്നാണ്. അപ്പോൾ ആത്മാവ് കൊണ്ട് ആത്മാവിനെ അറിയണം. അങ്ങനെ ആത്മാവിനെ അറിഞ്ഞതിന് ശേഷം ആ ആത്മാവിൽ എങ്ങനെയാണോ സന്തുഷ്ടമായി നിലകൊള്ളണം. നമ്മൾ ഒരുപാട് യാത്രകൾ കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ സ്വന്തം ഗൃഹത്തിൽ എത്തിച്ചേരുമ്പോൾ മനസ്സ് ശാന്തമാവും, ഒരു സന്തുഷ്ടമായ അവസ്ഥയിൽ എത്തിച്ചേരും. അതുപോലെ ഈ മനസ്സ് പല വിധത്തിലുള്ള ഇന്ദ്രിയ വിഷയങ്ങളിലൂടെ കടന്നു പോയി പലയിടത്തും തപ്പിത്തടഞ്ഞ് വീണ് നടന്ന് അബദ്ധങ്ങളിലൂടെ പോയി അവസാനം മനസ്സ് ആത്മാവിലേക്ക് തിരിയും. തൻ്റെ ഉള്ളിലെന്താണുള്ളത് എന്നറിയുവാനുള്ള ഒരു കൗതുകം, അറിഞ്ഞോ അറിയാതെയോ അല്ലെങ്കിൽ ഗുരുനാഥൻ്റെ അനുഗ്രഹം കൊണ്ടോ ഒക്കെ ഉണ്ടാവും. അങ്ങനെ ആത്മാവിനെ മനസ്സ് അറിയണം. ആത്മാവ് കൊണ്ട് ആത്മാവിനെ അറിയണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സുകൊണ്ട് ആത്മാവിനെ അറിയണം. മനസ്സുകൊണ്ട് ആത്മാവിനെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം? ആത്മാവിൽ സന്തുഷ്ടനായിരിക്കണം. ഇത് എന്തിലൂടെയാണ് നടക്കേണ്ടത്? യോഗസേവയാ, യോഗയെ സേവിക്കുന്നതിലൂടെ, യോഗ അനുഷ്ഠാനങ്ങളിലൂടെ, യോഗ പ്രാക്ടീസിലൂടെ. അപ്പോൾ എന്തിനാണ് യോഗ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആത്മാവിൽ സന്തുഷ്ടനായിരിക്കുവാൻ വേണ്ടിയിട്ടാണ്. കൂർമോങ്കാനീവ സർവശക, അതായത് ആമ എങ്ങനെയാണോ തൻ്റെ അവയവങ്ങളെ ഉള്ളിലേക്ക് വലിച്ച് പിടിച്ച് ചേർത്ത് ശാന്തമായി സുരക്ഷിതമായി നിലകൊള്ളുന്നത്, അതേപോലെ മനസ്സുകൊണ്ട് ആത്മാവിനെ അറിഞ്ഞ് ആത്മാവിൽ പാലിലെങ്ങനെയാണോ പഞ്ചസാര ലയിച്ച് ചേരുന്നത് അതുപോലെ ആത്മാവിൽ മനസ്സ് ലയിച്ച് ആത്മാവ് മാത്രമാണുള്ളത്. ആത്മാവ് എന്ന് പറയുമ്പോൾ നമ്മൾ തെറ്റിദ്ധരിക്കരുത്. നമ്മൾ മരിച്ചതിന് ശേഷം ആത്മാവ് ഉപദ്രവിക്കുന്നു, ഈ ആത്മാവ് ആ ആത്മാവ് എന്നൊക്കെ പറയണു. പക്ഷേ ഈ ആത്മാവ് എന്ന് പറയുന്നത് ശുദ്ധമായ ശൂന്യമായ ഒരവസ്ഥയാണ്. ആ അവസ്ഥയിൽ പിന്നെ ഒന്നുമില്ല, പിന്നെ ഒന്നിനെക്കുറിച്ചും ചിന്തയില്ലാത്ത ഒരവസ്ഥ. മനസ്സിൻ്റെ പാച്ചിൽ പൂർണ്ണമായി അടങ്ങി ആത്മാവിൽ ആ ശൂന്യതയിൽ വിരാജിക്കുന്നു. ഒന്നുമില്ലാത്ത ഒരവസ്ഥ എന്നുള്ള തലത്തിൽ നമ്മൾ എത്തിച്ചേരുന്നു. അത് സാധിക്കുമ്പോഴാണ് യഥാർത്ഥമായിട്ടുള്ള സുഖം ഒരു മനുഷ്യന് ലഭിക്കുന്നത്. അപ്പോൾ യാതൊരവസ്ഥയിലാണോ മനസ്സ് ശാന്തമാകുന്നത്, യാതൊരവസ്ഥയിലാണോ മനസ്സ് സംഘർഷമുക്തി നേടുന്നത്, ആ വിധത്തിലുള്ള യോഗസേവയിലൂടെ ആത്മാവിനെ കൊണ്ട് ആത്മാവിനെ അറിഞ്ഞ് ആത്മാവിൽ സന്തുഷ്ടനായിരിക്കുക. അതായത് മനസ്സ് ഈ പാഞ്ഞു നടന്നതിന് ശേഷം അവസാനം മനസ്സ് തന്നിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കണം.
കസ്തൂരിമാൻ കസ്തൂരി അന്വേഷിച്ച് നടക്കുന്നത് പോലെ ഇങ്ങനെ ആത്മാവ് ഇങ്ങനെ പരതി നടക്കുകയാണ്. എവിടെയാണ് സുഖം, എവിടെയാണ് സുഖം, എവിടെയാണ് സുഖം എന്ന് പറയുന്ന വസ്തുവിൽ നിന്നെല്ലാം ആത്യന്തികമായി ദുഃഖത്തെ ഏൽക്കേണ്ടി വന്ന് ആ ദുഃഖത്തെ ഏറ്റേറ്റ് അവസാനം വിഷമിച്ച് എന്താണ് ഇതിനൊരു ഉപായം എന്നുള്ള അവസ്ഥയിൽ മനസ്സ് എത്തുന്നത് ആത്മാവിലേക്കാണ്. അങ്ങനെ ആത്മാവിനെ മനസ്സുകൊണ്ടറിഞ്ഞതിന് ശേഷം ആ ആത്മാവിൽ പൂർണ്ണമായി സന്തുഷ്ടിയോടുകൂടി, സന്തോഷത്തോടുകൂടി, സന്തുഷ്ട ആത്മനായിട്ട് ശാന്തമായിട്ട് നിലകൊള്ളുന്ന അവസ്ഥയാണ് യോഗയിലൂടെ നേടിയെടുക്കേണ്ടത്, യോഗയിലൂടെ ലഭിക്കേണ്ടത്, യോഗാഭ്യാസത്തിലൂടെ നേടേണ്ടത് എന്നുള്ളതാണ് ഈ ശ്ലോകത്തിലൂടെ പറയുന്നത്. ഇതിൻ്റെ തുടർച്ചയായിട്ട് തന്നെയാണ് 21-ാമത്തെ ശ്ലോകവും 22, 23 വരെയുള്ള ശ്ലോകങ്ങൾ ഒരേ കാര്യത്തെ പറയുന്ന വിധത്തിലാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ 20-ാമത്തെ ശ്ലോകത്തെ നമ്മൾ മനസ്സിലാക്കുക. അടുത്ത 21-ാമത്തെ ശ്ലോകം നമുക്ക് അതിനുശേഷം ചിന്തിക്കാം. നമസ്തേ.